ഞാനേ ഐ സിയുവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവേ. ഒരു പേഷ്യൻസിനെ നമ്മൾ ഐ സിയിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെപ്പോഴും അറിയാതെങ്കിലും ഒരു ബിലോ 50 ഉള്ള ഏജ് ആണുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനെ റിസീവ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ പേഷ്യൻ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഒരു ഇത് വരും, ദൈവമേ രക്ഷപ്പെടണേ എന്നുള്ളത്. കാരണം ഏജ് കുറവാണ്, ഫാമിലി ഉണ്ടാവും, ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ അറ്റാക്കായിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലെങ്കിലും അറിയാതെ ഇങ്ങനെ വരും. അപ്പോൾ ഈ പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന സമയത്ത് കൂടെ വൈഫും ഒരു മോളുമാണ് വന്നത്. അവർ കരഞ്ഞിട്ടൊക്കെ കൊണ്ടുവന്നു. പേഷ്യൻറ്റിനെ അഡ്മിറ്റാക്കി ഒരു 4-5 ദിവസം കഴിഞ്ഞു. പക്ഷേങ്കിൽ ചില പേഷ്യൻസിന് നമ്മൾ അറ്റാക്കായിട്ട് കൊണ്ടുവന്നാലും അതിൻ്റെ കൂടെ തന്നെ കിഡ്നി ഇഞ്ചുറി, അപ്പോൾ അത്രയും നേരം കിഡ്നിയിലോട്ട് ബ്ലഡ് സപ്ലൈ ഒന്നും ഇല്ലാതെ വരുമ്പോൾ കിഡ്നി ഇഞ്ചുറിയും കൂടെ ഉണ്ടാകും. അപ്പോൾ ഈ പേഷ്യൻറ്റിന് കിഡ്നി ഇഞ്ചുറി ഉണ്ടായിരുന്നു. കിഡ്നി ഇഞ്ചുറി ഉണ്ടായി. അപ്പോൾ നമ്മളത് ഡയാലിസിസിനൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഓൾറെഡി ഇത് ചികിത്സാ കാർഡ് ഉള്ള പേഷ്യൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യും. പക്ഷേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈസ്റ്റാൻഡേഴ്സ് പോയിട്ട് ഈ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്ക് തരണം, എന്നാലേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പേഷ്യൻറ്റിന്, ഡയാലിസിസിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം വേണ്ട സാധനങ്ങളെല്ലാം എഴുതി കൊടുത്തു. പക്ഷേ ഇവർ ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരണേ, ഇത് അവർ കാശ് കൊടുത്ത് വാങ്ങുന്നതല്ല, നമ്മുടെ ഗവൺമെൻറ് സപ്ലൈ ഉള്ളതാണ്. അതായത് മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതും ഒരു ബുദ്ധിമുട്ടാണ്. കുറേ ദൂരം നടന്ന് പല പല സ്ഥലത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരിക ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. അത് 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ, അതായത് വൈഫിനോടും മോളോടും ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സാധനം നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വൈഫ് പറഞ്ഞ കുറേ മറുപടികളുണ്ട്. അത് ഞാൻ അവരുടേതായ വേർഡ്സിൽ തന്നെ പറയാം. ഇത് പറഞ്ഞു ഇങ്ങനെതാണ്: മോളെ, നല്ലപോലെ ഇരുന്ന സമയത്ത് ഞങ്ങളെ കണ്ണെടുത്താൽ പുള്ളിക്കാരന് കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ സ്നേഹത്തോടൊന്ന് നോക്കുകയോ എൻ്റെ മോളെ എന്നൊരു തവണ വിളിക്കുകയോ ചെയ്തിട്ടില്ല. അവൾക്കൊരു ഡ്രസ്സോ ഒരു മുട്ടായിയോ എൻ്റെ മകളാണ് എന്ന രീതിയിൽ വച്ച് നീട്ടിയിട്ടില്ല. എപ്പോഴും ഒരു അന്യെ പോലെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് പോകാനൊരു സ്ഥലവും ഇല്ലാത്തത് കൊണ്ടും എനിക്ക് പാരൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും മരിക്കാൻ പേടിയായതുകൊണ്ടും മാത്രം ഞങ്ങൾ ആ വീട്ടിൽ പുള്ളിക്കാരൻ്റെ അടിയും തൊഴിയും എല്ലാം കൊണ്ടവിടെ കിടക്കുകയായിരുന്നു. എന്നിട്ട് എൻ്റെ മോളെ വളർത്താനും അവളെ പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ഞാൻ തൊഴിലുറപ്പ് മറ്റോ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ടത് ഓർമ്മയില്ല, എന്തോ ഒരു ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരന് ജോലിയുണ്ട്, എന്തോ ജോലി ചെയ്യുന്നുണ്ട്, കാശുണ്ട്. പക്ഷേ ഇവർക്കതൊന്നും കൊടുക്കത്ത് പോലും ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഈ പെൺകുട്ടിയും കരയായിരുന്നു, ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു, ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആക്കിയ സമയത്ത് അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചു പുള്ളി മരിച്ചു പോകുമെന്ന്. അത് ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നിയെങ്കിലും പിന്നീട് ഞങ്ങൾ വിചാരിച്ചു, ഇനിയെങ്കിലും ഞങ്ങൾക്ക് സമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും ഉറങ്ങാലോ എന്ന് ഞങ്ങൾ വിചാരിച്ചായിരുന്നു. ഇപ്പം ആ ഒരു പ്രതീക്ഷയും പോയി. ഞങ്ങൾക്ക് ഇങ്ങനെ എന്നും പുള്ളിയുടെ ഉപദ്രവം കൊണ്ട് കഴിയാനാണ് വിധി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ കരയായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മൾ ഷോക്കഡായിപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പേഷ്യൻറ്റും രക്ഷപ്പെടണം എന്നാഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അപ്പം അതിൽ ഈ കൊണ്ടുവരുന്ന പേഷ്യൻറ്റിൻ്റെ എല്ലാ ബൈസ്റ്റാൻഡേഴ്സ് എന്തായാലും അവർ രക്ഷപ്പെടണം എന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. ഓരോ പേഷ്യൻറ്റിനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കൂടെ ഉള്ളവർ കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ അത്രയും നാളും വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ കൊണ്ടുവരുന്ന പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിൽ രക്ഷപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുമുണ്ട്. അതും അവർക്ക് ഒന്ന് ഇനിയെങ്കിലും സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുമുണ്ട് എന്ന ആ ഒരു ദിവസം ഞാൻ തിരിച്ചറിഞ്ഞു. ഞാനത് എൻ്റെ കൂടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ പുള്ളി രക്ഷപ്പെട്ടു. പുള്ളിക്ക് എല്ലാം കഴിഞ്ഞു. പുള്ളി ഭയങ്കര നല്ല ഹെൽത്തി ആയിട്ട് തന്നെ
ICUന്ന് വാർഡിലോട്ട് ഷിഫ്റ്റായി. വാർഡിൽ നിന്ന് എന്തായാലും വീട്ടിൽ പോയിട്ടുണ്ടാവും. ഇനി ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, എല്ലാം ഒരുപോലെയല്ല. നമ്മൾ വിചാരിക്കും പേഷ്യൻസിനെ കൊണ്ടുവരുന്നവരെല്ലാവരും അവർ രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുവരുന്നതെന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി, എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുവരുന്നതല്ല. ചിലരെങ്കിലും നാട്ടുകാരൊക്കെ ബോധ്യപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും കൊണ്ടുവന്നില്ലെങ്കിൽ എന്ന് വിചാരിച്ച് കൊണ്ടുവരുന്നവരും ഉണ്ടെന്ന് അന്നത്തോടെ എനിക്ക് മനസ്സിലായി. മറ്റൊരു എക്സ്പീരിയൻസുമായിട്ട് മറ്റൊരു വീഡിയോ വരാം കേട്ടോ. ബൈ ബൈ.